എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. ഈ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വെക്റ്റർ ഓൾജിബ്രയിലെ പ്രധാനപ്പെട്ട 5 ചോദ്യങ്ങളാണ്. നമുക്ക് പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാവുന്ന ടൈപ്പിലുള്ള 5 ചോദ്യങ്ങൾ. ഓക്കെ, കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല, ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് പഠിച്ചു തീർക്കാം. എല്ലാം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ ഏറ്റവും ബേസിക് ആയിട്ട് തന്നെ സ്ഥിരം ആവർത്തിച്ചു വരുന്ന ഒരു ചോദ്യത്തെയും നമുക്ക് തുടങ്ങാം. ഓക്കെ, ഒരു വെക്റ്റർ തന്നിട്ട് അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാൻ പറയും. ഏകദേശം 7 മാർക്ക് വരെ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് വെക്റ്റർ ഓൾജിബ്ര. നന്നായിട്ട് പഠിക്കുക. വെക്റ്റർ എ നമുക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വെക്റ്റർ എ ഈസ് ഈക്വൽ ടു 3i + 2j + 2k. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ √3² + 2² + 2². ഓക്കെ ആണേ. അറിയാലോ, ai + bj + ck ആണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് എന്താ? √a² + b² + c². ശരിയല്ലേ? 3² 9 ആണ്, 2² 4, 2² 4, 4 4 8, 9 8 17. ക്ലിയർ? √17 ആണ് എന്തെന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത്. സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ബി പാർട്ടിൽ എന്തോ ആവശ്യപ്പെടുന്നേ? ഫൈൻഡ് എ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ. വെക്റ്റർ എയുടെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്റ്റർ കണ്ടുപിടിക്കുക, അതായത് എ ക്യാപ്പ് കണ്ടുപിടിക്കാനാണ് ചോദ്യം. ശരിയല്ലേ? എ ക്യാപ്പിന്റെ ഇക്വേഷൻ എന്തുവാ? എ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ വെക്റ്റർ എയുടെ മോഡുലസ് കൊണ്ട് ഹരിക്കുന്നതാണ് എ ക്യാപ്പ് എന്ന് പറയുന്നത്, അഥവാ യൂണിറ്റ് വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എന്ന് പറയുന്നത്. വെക്റ്റർ എ നമ്മുടെ കയ്യിലുണ്ട്. വെക്റ്റർ എന്ന് പറയുന്ന ആരാ? 3i + 2j + 2k ആണ്. 3i + 2j + 2k. അതിന്റെ മാഗ്നിറ്റ്യൂഡ് അഥവാ മോഡുലസ് കൊണ്ട് ഹരിക്കുമ്പോൾ എത്രയാണ് വരുന്നത്? മാഗ്നിറ്റ്യൂഡ് √17 ആണ്. √17. ഓക്കെ, ക്വസ്റ്റ്യന്റെ സി പാർട്ട്. ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് വെക്റ്റർ എ വിത്ത് മാഗ്നിറ്റ്യൂഡ് 10 എന്നാണ് ക്വസ്റ്റ്യൻ. മാഗ്നിറ്റ്യൂഡ് 1 ആണ് എന്ത്? യൂണിറ്റ് വെക്റ്റർ. യൂണിറ്റ് വെക്റ്ററിന്റെ പ്രത്യേകത എന്താ? എ വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 1 ഈസ് കോൾഡ് യൂണിറ്റ് വെക്റ്റർ. മാഗ്നിറ്റ്യൂഡ് 1 ആയിട്ടുള്ള വെക്റ്റർ ആണ് യൂണിറ്റ് വെക്റ്റർ. അങ്ങനെയാണെങ്കിൽ മാഗ്നിറ്റ്യൂഡ് 10 ആയിട്ടുള്ള വെക്റ്റർ കണ്ടുപിടിക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? യൂണിറ്റ് വെക്റ്ററിനെ 10 കൊണ്ട് ഗുണിച്ചാൽ മതി, അല്ലേ? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് 10 യൂണിറ്റ് വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 10 യൂണിറ്റ് ഇസ് ഈക്വൽ ടു വെക്റ്റർ വിത്ത് മാഗ്നിറ്റ്യൂഡ് 10 യൂണിറ്റ്സ്. 10 യൂണിറ്റ്സ് മാഗ്നിറ്റ്യൂഡ് വരണമെങ്കിൽ അത് 10 എ ക്യാപ്പ് ആയിരിക്കണം. ഓക്കെ, എ ക്യാപ്പിന്റെ മാഗ്നിറ്റ്യൂഡ് 1. മാഗ്നിറ്റ്യൂഡ് 10 വരണമെങ്കിൽ 10 × എ ക്യാപ്പ്. സോ 10 × എ ക്യാപ്പിന്റെ സ്ഥാനത്തോട്ട് നമ്മൾ കണ്ടുപിടിച്ച സാധനം അതേപോലെ കൊടുത്താൽ മതി. 3i + 2j + 2k / √17. ഇത്ര എഴുതി കൺക്ലൂഡ് ചെയ്യാം. കൂടുതൽ മോഡിഫിക്കേഷനോ ഡെക്കറേഷനോ ഒന്നും ചെയ്യേണ്ട. ഇത്രയും മതി, ധാരാളം. ഓക്കെ, സെറ്റല്ലേ? അപ്പൊ ഇനി ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് ഒരു 3-4 മാർക്ക് സ്കോർ ചെയ്യാവുന്ന ചോദ്യമാണ്. ഇതാരും മിസ് ചെയ്യരുത്. അടുത്ത നോക്കാം. രണ്ടാമത്തെ ചോദ്യം. കൺസിഡർ വെക്റ്റർ എ ഈസ് ഈക്വൽ ടു i + j - k. വെക്റ്റർ ബി ഈസ് ഈക്വൽ ടു i - j + k. ചോദ്യത്തിന്റെ എ പാർട്ട് ഫൈൻഡ് a.b. ശ്രദ്ധിച്ചിരിക്കണേ, നോക്കിക്കോ. വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി എങ്ങനെ കണ്ടുപിടിക്കാം? വെക്റ്റർ എയുടെ സ്ഥാനത്തോട്ട് കണ്ട് ഇതങ്ങോട്ട് കൊടുക്കുക. i + j - k ഡോട്ട് വെക്റ്റർ ബിയുടെ സ്ഥാനത്തോട്ട് ഇത് i - j + k. രണ്ട് വെക്റ്റേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എങ്ങനെ എടുക്കുന്നത്? ഐയുടെ കോയിഫിഷ്യന്റുകൾ ഗുണിക്കണം പ്ലസ് ജെയുടെ കോയിഫിഷ്യന്റുകൾ ഗുണിക്കണം പ്ലസ് കെയുടെ കോയിഫിഷ്യന്റുകൾ ഗുണിക്കണം. ഐയുടെ കോയിഫിഷ്യന്റ് ഗുണിച്ച ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 1, ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 1 × 1 പ്ലസ് ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് 1, ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് -1 പ്ലസ് ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് -1, ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് 1. ഓക്കെ ആണല്ലോ? അതായത് 1 1 × -1 എന്ന് പറഞ്ഞാൽ -1, -1 × 1 എന്ന് പറഞ്ഞാൽ -1, +1 -1 വെട്ടി -1 ഒരു ആൻസർ. ഇതാണ് a.b. ഓക്കെ, ഇതാണ് ചോദ്യത്തിന്റെ എ പാർട്ട്. ചോദ്യത്തിന്റെ ബി പാർട്ടിൽ എന്തോ നമ്മൾ പറഞ്ഞേക്കുന്നത്? ആംഗിൾ ബിറ്റ്വീൻ വെക്റ്റർ എ ആൻഡ് വെക്റ്റർ ബി. രണ്ട് വെക്റ്റേഴ്സിന് ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കണം. ഓക്കെ, രണ്ട് വെക്റ്റേഴ്സിന് ഇടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്തുവാ? cos θ = വെക്റ്റർ എ ഡോട്ട് വെക്റ്റർ ബി ബൈ മോഡുലസ് ഓഫ് വെക്റ്റർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്റ്റർ ബി. ശരിയല്ലേ?
കോസ് തീറ്റ ഇസ് ഈക്വൽ ടു വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് വെക്ടർ എ ഇൻറ്റു മോഡുലസ് ഓഫ് വെക്ടർ ബി. ഇതാണ് രണ്ട് വെക്ടേഴ്സിനിടയിലുള്ള ആംഗിൾ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഇക്വേഷൻ. അതിനകത്ത് നമുക്ക് എ ഡോട്ട് ബി ഓൾറെഡി നമ്മുടെ കയ്യിലുണ്ട് -1. ഇനി മോഡ് എയും മോഡ് ബിയും കണ്ടുപിടിച്ചാൽ മതി അല്ലേ. മോഡുലസ് ഓഫ് എ പറഞ്ഞേ, മോഡുലസ് ഓഫ് എ എന്താണ് വരുന്നത്? റൂട്ട് ഓഫ് ഐ ജെ കെയുടെ കോയിഫിഷ്യൻസിന്റെ സ്ക്വയറുകൾ ആഡ് ചെയ്യുക. ഐയുടെ കോയിഫിഷ്യന്റ് 1, 1ന്റെ സ്ക്വയർ 1, ജെയുടെ കോയിഫിഷ്യന്റ് 1, 1ന്റെ സ്ക്വയർ 1, കെയുടെ കോയിഫിഷ്യന്റ് -1ന്റെ സ്ക്വയർ വരും, √3. ശരിയാണല്ലോ. മോഡുലസ് ഓഫ് എ ആയി. ഇനി അടുത്ത എന്തുവാ? മോഡുലസ് ഓഫ് ബി ഈക്വൽ ടു റൂട്ട് ഓഫ് ഐയുടെ കോയിഫിഷ്യന്റ് 1ന്റെ സ്ക്വയർ 1, ജെയുടെ കോയിഫിഷ്യന്റ് -1ന്റെ സ്ക്വയർ 1, കെയുടെ കോയിഫിഷ്യന്റ് 1ന്റെ സ്ക്വയർ 1. ആൻസർ എന്തുവാ? √3. അത് രണ്ടും √3. മോഡ് എയും മോഡ് ബിയും √3 ആണ്. ഇനി വാല്യൂ ഇങ്ങോട്ട് കൊടുത്തേ. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ -1, ഓൾറെഡി ഫസ്റ്റ് പാർട്ടി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന സാധനമാണ്. ഡിവൈഡഡ് ബൈ മോഡുലസ് ഓഫ് എ. മോഡുലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ √3 ഇൻറ്റു മോഡുലസ് ഓഫ് ബി എന്ന് പറഞ്ഞാലും എന്താണ്? √3. സോ -1 ബൈ √x ഇൻറ്റു √x എന്ന് പറഞ്ഞാൽ x ആ. അപ്പൊ √3 ഇൻറ്റു √3 എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ കോസ് തീറ്റ ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? -1/3. കോസ് തീറ്റ ഇസ് ഈക്വൽ ടു -1/3. അവിടുന്ന് തീറ്റ കണ്ടുപിടിക്കാമല്ലോ. കോസ് അപ്പുറം പോയാൽ കോസ് ഇൻവേഴ്സ് -1/3. തീറ്റ ഇസ് ഈക്വൽ ടു എന്താണ്? കോസ് ഇൻവേഴ്സ് -1/3. സംഭവം സെറ്റാണെന്ന് വിചാരിക്കുന്നു. രണ്ടാമത്തെ ചോദ്യം. അടുത്ത ക്വസ്റ്റ്യൻ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. ലെറ്റ് വെക്ടർ എ ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ജെ പ്ലസ് കെ, വെക്ടർ ബി ഇസ് ഈക്വൽ ടു 2i പ്ലസ് എം ജെ പ്ലസ് 3k. ഇവിടെ ഒരു എം ഉണ്ട്, എം ജെ പ്ലസ് 3k. ഇഫ് വെക്ടർ എ ഇസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി ഫൈൻഡ് എം എന്നാണ് ചോദ്യം. വെക്ടർ എ വെക്ടർ ബിക്ക് പെർപെൻഡിക്കുലർ ആണെങ്കിൽ എം കണ്ടുപിടിക്കുക അല്ലെ. യെസ്. ഇഫ് വെക്ടർ എ ഇസ് പെർപെൻഡിക്കുലർ ടു വെക്ടർ ബി, അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും? വെക്ടർ എ ഡോട്ട് ടു വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 0. രണ്ട് വെക്ടേഴ്സ് പെർപെൻഡിക്കുലർ ആണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആണ്. ഇഫ് ടു വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ, if two vectors are perpendicular, then their dot product is 0. അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ അതിന്റെ ഡോട്ട് പ്രോഡക്റ്റ് 0 ആയിരിക്കും. ഓക്കെ. സോ ഡോട്ട് പ്രോഡക്റ്റ് എടുക്കാൻ അറിയാമല്ലോ. ഐയുടെ കോയിഫിഷ്യന്റ് ഗുണിക്കുക. ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 1, ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 2, 1 ഇൻറ്റു 2 പ്ലസ് ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് ഗുണിക്കുക. ജെയുടെ കോയിഫിഷ്യന്റ് 1, ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് എം പ്ലസ് ഇനി കെയുടെ കോയിഫിഷ്യന്റ് ഗുണിക്കുക. ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് 1, ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് 3. ഈക്വൽ ടു എന്തായിരിക്കും? 0. ഓക്കെ. 1 ഗുണം 2 എന്ന് പറഞ്ഞാൽ 2 പ്ലസ് 1 ഗുണം എം എന്ന് പറഞ്ഞാൽ എം പ്ലസ് 1 ഗുണം 3 എന്ന് പറഞ്ഞാൽ 3. ഈക്വൽ ടു 0. അതായത് എം പ്ലസ് 3 2 5 ഇസ് ഈക്വൽ ടു 0. എം ഈസ് ഈക്വൽ ടു പ്ലസ് 5 അപ്പുറം പോയാൽ -5. സോ എമ്മിന്റെ വില കിട്ടി. എം ഈസ് ഈക്വൽ ടു എന്താണ്? -5. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. നാലാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ. കൺസിഡർ വെക്ടർ എ ഈസ് ഈക്വൽ ടു 2i പ്ലസ് ജെ ആൻഡ് വെക്ടർ ബി ഈസ് ഈക്വൽ ടു 3i പ്ലസ് ജെ പ്ലസ് 4k. അങ്ങനെയാണെങ്കിൽ ചോദ്യത്തിന്റെ എ പാർട്ടി ചോദിക്കുന്നത് ഫൈൻഡ് എ ക്രോസ് ബി. ക്രോസ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഡിറ്റർമിനന്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ. വെക്ടർ എ ക്രോസ് വെക്ടർ ബി എന്ന് പറഞ്ഞാൽ ഡിറ്റർമിനന്റ് ഐ ജെ കെ അങ്ങോട്ട് എഴുതി വെക്കണം. ഇനി വെക്ടർ എയിൽ ഐ ജെ കെയുടെ കോയിഫിഷ്യന്റ്, ഐയുടെ കോയിഫിഷ്യന്റ് 2, ജെയുടെ കോയിഫിഷ്യന്റ് 1, കെയുടെ കോയിഫിഷ്യന്റ് ഇല്ല, ഇവിടെ 0 ആണ്. വെക്ടർ ബിയിൽ ഐ ജെ കെയുടെ കോയിഫിഷ്യന്റ്, ഐയുടെ കോയിഫിഷ്യന്റ് 3, ജെയുടെ കോയിഫിഷ്യന്റ് 1, കെയുടെ കോയിഫിഷ്യന്റ് 4. ഓക്കെ. ഇത് വാല്യൂറ്റ് ചെയ്ത് പറഞ്ഞേ. ഐ ഇൻറ്റു ഐ ഉള്ള റോയും കോളവും പോയി, ബാക്കി 4 മൈനസ് 0 മൈനസ് ജെ ഇൻറ്റു ജെ ഉള്ള റോയും കോളവും പോയി, ബാക്കി 8 മൈനസ് 0 അല്ലെ. 8 മൈനസ് 0 പ്ലസ് കെ ഇൻറ്റു കെ ഉള്ള റോയും കോളവും പോയി, ബാക്കി 2 മൈനസ് 3. ഡിറ്റർമിന്റ് ഇവാലുവേഷൻ ആണ്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സോ 4i മൈനസ് 8j, 2 3 കുറച്ച് -1, ഇപ്പൊ -k. ഇപ്പൊ 4i മൈനസ് 8j മൈനസ് k ആണ് എന്ത്? എ ക്രോസ് ബി. ഇനി ക്വസ്റ്റ്യന്റെ ബി പാർട്ടിൽ എന്താ ആവശ്യപ്പെടുന്നത്?
ഫൈൻഡ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഫോർ വിച്ച് വെക്ടർ എ ആൻഡ് വെക്ടർ ബി ആർ അഡ്ജസന്റ് സൈഡ്. ശ്രദ്ധിച്ചിരിക്കുക, ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഇക്വേഷൻ എന്തുവാ? ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി ആണ്. ഹാഫ് ഇൻറ്റു മോഡുലസ് ഓഫ് എ ക്രോസ് ബി. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ മോഡുലസ് ഓഫ് എ ക്രോസ് ബി തന്നെ. ഇത് ഹാഫ് ഇൻറ്റു എ ക്രോസ് ബിയുടെ മോഡുലസ് എന്തുവാ? റൂട്ട് ഓഫ് എ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് സി സ്ക്വയർ. എ ബി സി വാല്യൂസ് 4 മൈനസ് 8 1. എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4ന്റെ സ്ക്വയർ 16, ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 8ന്റെ സ്ക്വയർ 64, സി സ്ക്വയർ എന്ന് പറഞ്ഞാൽ മൈനസ് 1ന്റെ സ്ക്വയർ 1. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു എന്തുവരും? 1/2 ഇൻറ്റു റൂട്ട് ഓഫ് 6 4 8 1 9 6 4 10 1 11 6 1 7 1 8 റൂട്ട് 81 വരും. ശരിയല്ലേ? 64 1 65, 65 16, 65 10 75, 75 6 81. സോ റൂട്ട് 81. റൂട്ട് 81 എത്ര? 9 ആണ് അല്ലെ? 1/2 ഇൻറ്റു 9, അതായത് 9/2 എന്ന് എഴുതാം. ഏരിയയുടെ യൂണിറ്റ് സ്ക്വയർ യൂണിറ്റ്സ്. സ്ക്വയർ യൂണിറ്റ്സ് 9/2 സ്ക്വയർ യൂണിറ്റ്സ് ആണ് ആൻസർ വരിക. ഇതാണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇനി അടുത്ത് എന്ത് കണ്ടുപിടിക്കണ്ടേ? ഏരിയ ഓഫ് പാരലോഗ്രാം. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ മോഡ് എ ക്രോസ് ബി ആണ്. ഏരിയ ഓഫ് പാരലോഗ്രാം എന്ന് പറഞ്ഞാൽ എന്താണ്? മോഡുലസ് ഓഫ് എ ക്രോസ് ബി തന്നെയാണ് പാരലോഗ്രത്തിന്റെ ഏരിയ. അത് ഓൾറെഡി കണ്ടുപിടിച്ച് വെച്ചേക്കുന്ന റൂട്ട് ഓഫ് 4ന്റെ സ്ക്വയർ 16 മൈനസ് 8ന്റെ സ്ക്വയർ 64 മൈനസ് 1ന്റെ സ്ക്വയർ 1 റൂട്ട് 81 9. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നല്ല ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പെട്ടെന്ന് സ്കോർ ചെയ്ത് പോകാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇതൊക്കെ. ഏരിയ ഓഫ് പാരലോഗ്രാം, ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന ഒരു സംഗതിയുണ്ട്, പ്രൊജക്ഷൻ. അതിന്റെ ചോദ്യം കൂടെ ചോദിക്കുമ്പോൾ ഈ വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ കവർ ആവും. ഓക്കെ, വെക്ടർ ഓൾജിബ്രയിൽ നിന്ന് ഇനിയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതും നമുക്ക് പ്രതീക്ഷിക്കാവുന്നതും പ്രൊജക്ഷനിൽ നിന്നുള്ള ചോദ്യമാണ്. പ്രൊജക്ഷനിൽ നിന്നുള്ള ചോദ്യം അറിഞ്ഞിരിക്കേണ്ട ഇക്വേഷൻ ഇതാണ്. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി. പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറയുന്നത് വെക്ടർ എ ഡോട്ട് വെക്ടർ ബി ബൈ മോഡുലസ് ഓഫ് വെക്ടർ ബി ആണ്. അതായത് ഈ ഓൺ എന്ന് പറയുന്നത് ഏത് വെക്ടറിലേക്കാണോ അതിന്റെ മോഡുലസ് താഴെ വരും. പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എ ആണെങ്കിൽ മോൾ എ ഡോട്ട് ബി തന്നെ മോഡുലസ് ഓഫ് എ താഴെ വരും. ഓക്കെ, സോ സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാം. എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പെട്ടെന്ന് പറഞ്ഞു പോകാം നമുക്ക്. ഐയുടെ കോയിഫിഷ്യന്റുകൾ ഗുണിക്കണം. ഇവിടെ ഐയുടെ കോയിഫിഷ്യന്റ് 1, ഇപ്പുറത്ത് ഐയുടെ കോയിഫിഷ്യന്റ് ഇല്ല, 0 ആണ്. ഇനി ജെയുടെ കോയിഫിഷ്യന്റുകൾ ഗുണിക്കണം. ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് 3, ഇവിടെ ജെയുടെ കോയിഫിഷ്യന്റ് 3. ഇനി കെയുടെ കോയിഫിഷ്യന്റ് ഗുണിക്കണം. ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് ഇല്ല, 0 ആണ്. ഇവിടെ കെയുടെ കോയിഫിഷ്യന്റ് 1. ആൻസർ എന്ത് വരും? 1 ഇൻറ്റു 0 എന്ന് പറഞ്ഞാൽ 0, 3 ഇൻറ്റു 3 9, 0 ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ 0. ആൻസർ എന്തായി? 9. അപ്പം എ ഡോട്ട് ബിയുടെ വില എന്ത് കിട്ടി? 9 കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? മോഡുലസ് ഓഫ് ബി കണ്ടുപിടിക്കണം. മോഡുലസ് ഓഫ് ബി എന്താണ്? റൂട്ട് ഓഫ് പി വെക്ടറിന്റെ മോഡുലസ്. ഐയുടെ കോയിഫിഷ്യന്റ് 0 ആണ്, 0യുടെ സ്ക്വയർ 0 ആയതുകൊണ്ട് എഴുതുന്നില്ല. ജെയുടെ കോയിഫിഷ്യന്റ് 3, 3യുടെ സ്ക്വയർ 9. കെയുടെ കോയിഫിഷ്യന്റ് 1, 1ന്റെ സ്ക്വയർ 1. സോ 9 1 10. മോഡുലസ് ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 10. ഇനി വേണ്ട ഇങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമല്ലോ. ദെർഫോർ പ്രൊജക്ഷൻ ഓഫ് വെക്ടർ എ ഓൺ വെക്ടർ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ഡോട്ട് ടു ബി. എ ഡോട്ട് ബിയുടെ സ്ഥാനത്തോട്ട് 9 ഡിവൈഡഡ് ബൈ മോഡ് ബി. മോഡ് ബിയുടെ സ്ഥാനത്ത് റൂട്ട് 10. 9/√10. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഈസി ആയിട്ട് മാർക്ക് മേടിക്കാവുന്ന ചോദ്യമാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ വെക്ടർ ഓൾജിബ്രയിൽ നിന്നുള്ള വളരെ 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 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസിലൂടെയാണ് ഈ ക്ലാസ്സിൽ നമ്മൾ കടന്നുപോയത്. മസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പബ്ലിക് എക്സാമിന് പ്രതീക്ഷിക്കാവുന്ന ഇമ്പോർട്ടന്റ് ചോദ്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കമന്റുകളും നിർദ്ദേശങ്ങളൊക്കെ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇതേപോലെ എക്സാമിന് നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമാവുന്ന ചോദ്യങ്ങളുമായിട്ടും വീണ്ടും എക്സാമിന് മുൻപ് ഉറപ്പായിട്ടും നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മോഡൽസ് ഓഫ് ക്വസ്റ്റ്യൻസും ഒക്കെ ആയിട്ട് വീണ്ടും കാണാം. Until then, tata bye bye, see you.